പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം പ്രയത്നത്താൽ വിവിധ മേഖലകളിൽ ജീവിത വിജയം നേടിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. എൻ്റെ പേര് അജിത എന്നാണ്. ഞാനിവിടെ പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഫെവിക്രിൽ ഹോബി ഐഡിയാസിലെ ടീച്ചറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഫെവിക്രിൽ ഹോബി ഐഡിയാസിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക്ഷോപ്സാണ്. കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കോളേജ് സ്റ്റുഡൻസിന്, ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ വർക്ക്ഷോപ്സാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റിങ്, ഗ്ലാസ് പെയിൻറ്റിങ്, മ്യൂറൽ പെയിൻറ്റിങ്, പോട്ട് പെയിൻറ്റിങ്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ അവർക്ക് വേണ്ടി നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും സ്കൂൾ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ്, തുണിയിൽ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ട്, പോട്ട് പെയിൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ട്. പോട്ടിൽ ഫാബ്രിക് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ക്യാൻവാസിൽ പെയിൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ട്. ക്യാൻവാസിൽ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറേ മെത്തേഡ്സ് ഫാബ്രിക് പെയിൻറ്റിൽ തന്നെയുണ്ട്. പിന്നെ ക്യാൻവാസിലും പോട്ടിലും ഗ്ലാസ്സിലും ഒക്കെ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ പിന്നെ ഡ്രോയിങ്ങിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് സ്കൂൾ തലത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ടീച്ചേഴ്സാണ് അതിന് എനിക്ക് പിന്നെ അവസരം തന്നത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ മാരേജ് കഴിഞ്ഞ് പിന്നെ ഇവിടെ പാലക്കാട് എത്തിയ ശേഷമാണ് കൂടുതലായിട്ട് പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റൊക്കെ പഠിച്ചു തുടങ്ങിയത്. ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്ത ശേഷമാണ് പിന്നെ കൂടുതലായിട്ടും ഇത്തരം ക്ലാസ്സുകൾ പങ്കെടുക്കാൻ സാധിക്കുകയും അത് പുറത്തുപോയി ക്ലാസ്സുകൾ നടത്താനും ഒക്കെ ഉണ്ടായത്. ഫാബ്രിക് പെയിൻറ്റിങ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഡ്രസ് മെറ്റീരിയൽസിലാണ്. ഡ്രസ് മെറ്റീരിയൽസ് സാരി, ചുരിദാർ ടോപ്പ്, ഷർട്ട്, പിന്നെ ഷോള്,
അത്തരം തുണിത്തരങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് ഫാബ്രിക് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാലെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഡ്രസ്സിൽ അത് ഡിസൈൻ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം, ഫ്രണ്ട്സിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതുമാതിരി ആരെങ്കിലും നമുക്ക് പിന്നെ ചെയ്ത് തരാൻ പറയുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വരുമാന മാർഗം കൂടിയാണത്. പിന്നെ ഫാബ്രിക് പെയിൻറ്റ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോട്ടുകളിലാണ്. മണ്ണിൻ്റെ എർത്തൻ പോട്ടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പോട്ട് പെയിൻറ്റിങ്. പിന്നെ നമ്മൾ ക്യാൻവാസ് ബോർഡിലും പലതരം ആർട്സ് ക്രാഫ്റ്റ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. ഗ്ലാസ് പെയിൻറ്റിങ്ങിനും ഗ്ലാസ് കളേഴ്സിന് പകരമായിട്ടും ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുണിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫാബ്രിക് കളേഴ്സാണ്. സോഫ്റ്റ് ആക്രിലിക് കളേഴ്സ് ഉണ്ട്, പേൾ കളേഴ്സ് ഉണ്ട്, മെറ്റാലിക് കളേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഡ്രസ് മെറ്റീരിയൽസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പോട്ടിലാകുമ്പോഴും അതേപോലെ തന്നെ ഫാബ്രിക് കളേഴ്സ് തന്നെയാണ് പോട്ട് പെയിൻറ്റിങ്ങിനും യൂസ് ചെയ്യുന്നത്. ക്യാൻവാസിൽ നമ്മൾ എല്ലാത്തരം പെയിൻറ്റും ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലാസ് കളേഴ്സ് ഉപയോഗിക്കാം, ആക്രിലിക് ഉപയോഗിക്കാം, ഫാബ്രിക് ഉപയോഗിക്കാം, ഓയിൽ പെയിൻറ്റ് അതെല്ലാം ക്യാൻവാസ് ബോർഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രസ് മെറ്റീരിയൽസിൽ നമ്മൾ പിന്നെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ യെല്ലോ കാർബൺ ഉപയോഗിച്ച് ഡിസൈൻ വരച്ച് പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ല ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഫ്രീ ഹാൻഡായിട്ടും ചെയ്യാം. പ്രധാനമായിട്ട് വേണ്ടത് അതിനോടുള്ള പിന്നെ പാഷനാണ്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇഷ്ടമില്ലാത്തത് പഠിച്ചു കഴിഞ്ഞിട്ട് അതില്ല, ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മളെപ്പോഴും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് പഠിച്ച ഒരാളായി മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഫാഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ് പ്രധാനം. ഫാബ്രിക് പെയിൻറ്റ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പഠിപ്പിക്കുന്നത്. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പിന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ പുറത്ത് പോയിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട്. കോളേജസിൽ, സ്കൂൾസിൽ, ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും അതിൽ പിന്നെ നിലനിന്ന് പോയിരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അത് വിട്ടിട്ട് പോകുന്നതാണ് കാണുന്നത്. വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് പിന്നെ ഒരുപാട് ക്ലാസ്സസ് എടുക്കുക, ഒരുപാട് സ്റ്റുഡൻസിനെ ഇത് പഠിപ്പിക്കുക, അവർക്ക് ഒരു പിന്നെ ഉപയോഗപ്രദമായ രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ്സസ് എടുക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം.
കുട്ടികൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ക്ഷമയാണ്. അതേപോലെ തന്നെ ഈ കലയോടുള്ള പിന്നെ പാഷൻ, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇത് പിന്നെ എൻ്റെ ഹോബി തന്നെയാണ് ഈ പെയിൻറ്റിങ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്, പെയിൻറ്റിങ് ചെയ്യുന്നത് എല്ലാം എൻ്റെ ഹോബി തന്നെയാണ്. അത് തന്നെയാണ് എൻ്റെ ജോലിയും. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്.